ഇതിന്റെ ഒന്നും ആവശ്യപ്പെടില്ല. നിനക്ക് തൃപ്തിയായോ? ഇത്ര ആളുകളെ ഇവിടെ വിളിച്ചുകൊണ്ട് കഴിഞ്ഞപ്പോ നിനക്ക് തൃപ്തിയായോ? ഇതിനെല്ലാം കാരണം നിങ്ങൾ ഒരുത്തന. ഞാൻ ഇനി എറിയോ? ഇനി എറിയോ? എന്താണ് ഇവിടെ എക്സിബിഷൻ കാണുന്നത്? ഇങ്ങോട്ട് പറയാ ഇറങ്ങണതാണ്. എടാ താഴെ ഇറങ്ങാൻ പോയിരടാ. ഇന്ന് ഹരികഥാ കാലക്ഷേപം നേരത്തെ തുടങ്ങിയോ? എന്റെ അമ്മേ, എന്റെ അച്ഛ, എന്തിനാ എന്റെ മാനം ഇങ്ങനെ കപ്പൽ കയറ്റുന്നത്? 1950 എന്ത് സംഭവിച്ചെന്നാ? 50 മോനെ, 54 നീലക്കുയിൽ റിലീസായ ദിവസം നിന്റെ അമ്മ സിനിമ കാണാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയപ്പോ സുഖമില്ലാതെ കിടന്ന എന്റെ അമ്മ പോകണ്ടെന്ന് പറഞ്ഞു. അന്ന് കമാനൊരക്ഷരം മിണ്ടാതെ കണ്ണീര് ഒലിപ്പിച്ചു നിന്ന നിന്റെ ഈ അമ്മ ഇന്ന് നേരം വെളുത്തപ്പോ മുതല് ദംഷ്ട്രീ കാണിച്ച് എന്റെ നേരെ ചാടി കയറാണ്. അമ്മേ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് നടന്ന കാര്യം ജനിക്കുന്നതിന് മുമ്പ് തന്നെ തീർത്തുകൂടായിരുന്നോ? അതെങ്ങനെയാ? അന്ന് ഇങ്ങേര് സിംഹം അല്ലായിരുന്നോ? ഇന്നല്ലേ പൂച്ച പോലെ ആയത്. എന്നാലും കാത്തിരുന്ന് കസവും കൊണ്ട് കൊടുത്ത് ഞാൻ ആ സിനിമയൊന്ന് കാണാൻ പോവാന്ന് വെച്ചപ്പോ കുളവി തള്ള. എന്നാ ഞാനും പിടിക്കും. എന്നാ പിന്നെ ഞാൻ മാത്രമായിട്ടെന്നാ വെറുതെ ഇരിക്കുന്നത്? ഞാനും വേണ്ടടോ, നെഞ്ചു കലങ്ങി പോവും. വേണ്ട. വനജാദേവി 19 വയസ്സ്, കാർത്തിക നക്ഷത്രം, പെണ്ണ് കൊള്ളാം. ഇതാ നോക്ക്. അടുത്തത് കോമളവല്ലി, അത്തൻ നക്ഷത്രം, 5 അടി 3 ഇഞ്ച് പൊക്കം. എന്റെ പൊന്നറ്റ, എനിക്കിപ്പൊ കല്യാണം വേണ്ട. എനിക്കല്ല നിർബന്ധം, നിന്റെ അമ്മയ്ക്കാ. അവൾ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, നീ ഒരു പെൺകുട്ടിയുമായിട്ട് സഹകരണത്തിലാണെന്ന്. അതേ മകനെ, അമ്മ സ്വപ്നം കണ്ടു. അമ്മയ്ക്ക് സ്വപ്നം കാണാൻ ഒരുപാട് സമയമുണ്ട്. ഇവിടെ മനുഷ്യന് നിന്ന് ഇരിയാൻ സമയമില്ല. അപ്പോഴാ സഹകരണം. എന്നാ നീ അവക്കൊരു വാക്ക് കൊടുക്ക. എന്നെ ഇരുത്തി പൊറപ്പിക്കുന്നില്ല. എന്ത് വാക്ക്? നീ എന്ന് കല്യാണം കഴിക്കുന്നോ ആ പെൺകുട്ടിയെ ഞങ്ങള് തീരുമാനിക്കും. എന്താണ് എനിക്ക് സമ്മതിക്കാൻ ഒരു വിഷമം? സമ്മതിക്കാൻ വിഷമമോ? ഇല്ലാതെങ്ങാനും നീ ചിന്തിച്ചാലുണ്ടല്ലോ, ഞാൻ ചത്തുകളയും. ഞാനും ചത്തുകളയും. മണ്ടയ്ക്കാട്ട് ഭഗവതിയാണ് പറയുന്നത്. ഞങ്ങള് തീരുമാനിക്കുന്ന പെൺകുട്ടിയെ നീ വിവാഹം കഴിച്ചില്ലെങ്കിൽ മകനെ നീ നട്ടം തിരിയും. നീ നട്ടം തിരിയും. ആഹാ, എവിടെ നിന്ന് കിട്ടിയ അയ്യരെ ഈ വേഷം? ഏതായാലും സംഭവം കലക്കിയിട്ടുണ്ട്. പേഷ്കാരായിരുന്നു എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ നാരായണയ്യർ. അദ്ദേഹത്തിന്റെ വേഷമാണ്. സ്റ്റഡി നിക്ക്. പേഷ്കാരുടെ വേഷം ഇട്ടാ പിന്നെ അയ്യർക്ക് ചിരി വരത്തില്ലേ? ക്യാമറയുടെ മുമ്പിൽ ചിരിക്കാൻ അല്ലേലും ഇത്തിരി ബുദ്ധിമുട്ടാണ്. ശരി, ഞങ്ങള് വാടക കുടിശ്ശിക തരാൻ പോകുന്നു എന്ന് വിചാരിക്കും. എന്നാ തന്നു എന്ന് വിചാരിക്കും. ഇത് തന്നെ തരാം, എടുത്തോ. ഇനി നമുക്ക് കേൾക്കാം. വാ, ഓമനക്കുട്ടനോടെ വിളിക്കേ. ഓമനക്കുട്ടാ. ദാ വരുന്നു. വന്നേ. വാ. നീ എന്തിനാ കയറി നിൽക്കുന്നത്? മാറ്. നിന്നെ. ഇന്ന് ആ വ്യത്യാസമില്ല. കാരണം ഇന്ന് അയ്യരുടെ പിറന്നാളാണ്. ജീവിതത്തിൽ ഒരു പൈസ പോലും ചെലവാക്കാത്ത അയ്യർ നമുക്ക് വാങ്ങിച്ചു തന്നതുപോലെ തന്നെ പുതിയ ഡ്രസ് അവനും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. രാമന് നിന്നോ? കയ്യ എടുക്കട്ടോ. എടുത്തു. താങ്ക് യു. 2 ദിവസം പ്രിന്റ് തരാം. എന്താ അയ്യരെ നമ്മുടെ പ്രോഗ്രാം? നമ്മുടെ ആഘോഷം എവിടെ തുടങ്ങുന്നു? നമ്മൾ നേരെ നമ്മുടെ വാഴത്തോപ്പിലേക്ക് പോകുന്നു. ഉച്ചവരെ അവിടെ വിട്ടാൽ രാത്രി 10 മണി വരെയുള്ള പ്രോഗ്രാം ഞാൻ ഫിക്സ് ചെയ്യും. എന്റെ കൂടെ നിന്നാ മതി. ചിലരൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. അവസാനം കോട്ടും കോപ്പും. രാമ, ഞങ്ങൾ വരാൻ എന്തായാലും രാത്രി 10 മണിയാവും. നീ ഭക്ഷണമൊക്കെ കഴിച്ച് കഥ കടച്ച് കിടന്നു. ദാ ഇതിരിക്കട്ടെ, ചെലവാക്കണ്ട. എന്തെങ്കിലും അത്യാവശ്യം വന്നാ ദാ വരുന്നു. പോളിയസ്റ്റർ ഷർട്ട് ഇട്ടോണ്ടേ കുളിമുറി തേച്ച് എഴുതത്തുള്ളൂ. നിന്റെയൊക്കെ നിലവാരം അതായി പോയല്ലോടാ. ചേട്ടൻ എന്താ നഷ്ടം? ഞാൻ പണി ചെയ്താ പോരെ? നീ പണി ചെയ്യുന്നുണ്ട്. രാവിലെ 1.5 ഉപ്പുവ അടിച്ച് കയറ്റിയതല്ലോടാ. ഒന്ന് അമർത്തി ഉരയ്ക്കടാ, മസിലൊക്കെ പെരുവട്ട്.
രാമ, രാമനിവിടെ ഉണ്ട്. കുളിമുറി ഒന്ന് കഴിക്കാന്ന് വെച്ചു. തേക്ക് തേക്ക്. നീ വന്നേ. മര്യാദ വേണോടോ. ഒരു പെണ്ണിനെ കൊണ്ട് പെണ്ണോ? അപ്പൊ ഒരു പെണ്ണ് ചെയ്യേണ്ട കാര്യങ്ങൾ ആ പയ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന് വെച്ചാൽ, എടോ കാവി എടുത്തോണ്ട് മാത്രമായില്ല, താനൊരു ചെറ്റയാ. അല്ല, അവനെ കൊണ്ട് പണിയെടുപ്പിച്ചു വെച്ച് നിനക്കെന്താ ബുദ്ധിമുട്ട്? പോളിസിലിട്ടാലോ വേലക്കാരനാടാ. ഞാനും വേലക്കാരനാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ 100 പേരുടെ മുമ്പിൽ വെച്ച് വിളമ്പിയും എച്ചു തുളച്ചുവാ ഞങ്ങൾ ഹോട്ടൽ പോയി ജീവിക്കുന്നത്. അതുകൊണ്ട് അവന്റെ പ്രയാസം എനിക്ക് മനസ്സിലാവും. മേലനങ്ങാത്ത തനിക്ക് എന്റെ വിഷമം അറിയില്ല. ഷാരടി, ഓ, ഇത്തിരി എണ്ണ വേണമല്ലോ, ഒന്ന് തേച്ച് വിളിക്കാനാ. എണ്ണ ഇത് മൊത്തം തേച്ചെടുക്കണേ കുറെ എണ്ണ വേണ്ടി വരുമല്ലോ ഈശ്വര. തരാ. എനിക്കൊരാളെ ഒറ്റക്കിട്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുന്ന കണ്ടോണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാ. എന്റെ സ്വഭാവം അങ്ങനെ. ചേട്ടന്റെ നല്ല സ്വഭാവമാ പിഷാരടി ചേട്ടൻ. നോക്കിക്കോ, അനുഭവിച്ചോളൂ. ഞാൻ വേണമെങ്കിൽ ഈ പാന്റും ഷർട്ടും ഒക്കെ മാറ്റി കയ്യിൽ എടുത്തോണ്ട് വരാം. ജോലി ചെയ്യാൻ എളുപ്പം ഉണ്ടായേനെ. വേണ്ട ഏട്ടാ, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. അവനെക്കൂട്ടാ, എക്സ്ക്യൂസ് മീ, ഒരു നിമിഷം. എടാ, ഞാൻ ചെറ്റയാണെങ്കിൽ നീ കൊടും ചെറ്റയാ. എന്താ കാര്യം? തമിഴിൽ ഒരു പാട്ടുണ്ട്, കണ്ണദാസൻ എഴുതിയത്. എന്താ? പരമശിവൻ കഴുത്തിലിരുന്ന് പാമ്പ് കേട്ടത് ഗരുഡ സൗഖ്യമാ. യാരും ഇരിക്കുമിടത്തിൽ ഇരുന്നു കൊണ്ടാൽ എല്ലാം സൗഖ്യമേ. ഗരുഡൻ ചൊന്നത്. നിർത്ത്. ആരാ ഇരിക്കേണ്ട തരത്തിരുന്നത്? നീ. എങ്ങനെ? നീ നിന്റെ നിലയും വിലയും മറന്ന് ഒരു വേലക്കാരൻ ചെക്കനോടൊപ്പം തോളോട് തോൾ ഉരുമിയിരുന്ന് കുളിമുറി കഴുകുന്നു. കുളിമുറി കഴിയുന്ന അത്ര മോശമായ കാര്യമൊന്നുമല്ല. മഹാത്മാഗാന്ധിയൊക്കെ ചെയ്തിട്ടുള്ള. ഉവ്വ്. പക്ഷേ ഈ നില തുടർന്നാൽ നീ എഴുതി വെച്ചോ ഓമനക്കുട്ട, ഇവൻ നിന്റെ അന്തകനായി ഭവിക്കും. വേണ്ട, ഞാൻ കോരിക്കോളാം. രാമ, ഒന്നിങ്ങ വന്നേ. പിഷാരടി, താൻ എന്നോട് ക്ഷമിക്കണം. തന്നെയും തന്റെ ജോത്സ്യത്തെയും ഞാൻ ഒരുപാട് പുച്ഛിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോ ഒന്ന് ബോധ്യമായി. നമ്മുടെ രാമനെ ഉദ്ദേശിക്കുന്ന പോലൊരു നേരികക്ഷിയല്ല. ചിത്തിര നക്ഷത്രം. എനിക്ക് ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ തെളിവുകൾ പൂർണ്ണമായി കിട്ടുന്നത് വരെ ഞാൻ അവനെ വിടാനും ഉദ്ദേശിച്ചിട്ടില്ല. ജ്യോത്സ്യം ശാസ്ത്രമാണോ ഓമനക്കുട്ട? ശാസ്ത്രം ഒരിക്കലും പിഴക്കില്ല. എനിക്ക് നേരത്തെ കിടന്നേ പറ്റൂ. താൻ വേണേ പൂട്ട്. വേണമെങ്കിലോ? രാമ, വാ വാ. കിടന്നോ. അയ്യോ, ഞാൻ പാത്രം കഴുകിയില്ല. നാളെ കഴുക. ഞാനൊന്നും കഴിച്ചില്ല. നാളെ കഴിക്കാം. കേറ് കേറ്. എല്ലാ തെളിവുകളും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ശേഖരിച്ചോണം. അവസാനം നിരാശയ്ക്ക് ഇടവരരുത്. ഇയാള് കിടക്കാൻ പോവാ? ചേട്ടന്റെ പിന്നെ എന്നെ ഇയാളെന്ന് വിളിച്ചു. എന്താ ഇയാളെന്ന് വിളിക്കുന്ന ഇഷ്ടല്ലേ? എടാന്ന് വിളിക്കുന്ന എനിക്കിഷ്ടം. അതെന്താ? ഞാനല്ലേ? ഓ, വലിയൊരാണ്. ഇങ്ങോട്ട് വന്നേ, ഞാനൊന്ന് നോക്കട്ടെ ആണിന്റെ ധൈര്യം. ഇങ്ങോട്ട്. വേണ്ട, പിഷാരടി ചേട്ടൻ പറയാറില്ലേ വേലക്കാരൻ എപ്പോഴും വേലക്കാരനാണെന്ന്. ഓ, വേലക്കാരന് നിലത്തിരിക്കാമല്ലോ. അവിടെ എന്റെ കണ്ണിൽ തന്നെ സൂക്ഷിച്ചു നോക്കണം. കണ്ണെടുക്കാനും പാടില്ല, ചിരിക്കാനും പാടില്ല. ചിരിച്ചാൽ താനാണല്ല. ഏറ്റോ?
ചിരിച്ചു. ഇല്ല ഇല്ല, ഒരിക്കൽ കൂടി. ശരി. രാമനാണല്ല. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കാൻ പോവാ. ഇയാൾക്ക് നാളെ ബീച്ചിൽ പോണോന്ന് പറഞ്ഞില്ലേ? നാളെ റെഡി ആയിക്കോ, ഞാൻ കൊണ്ടുപോവാം. താങ്ക് യു. അവന്മാരോട് പറയണ്ട. രാവിലെ എത്ര മണിക്ക് വിളിക്കണം? രാവിലെ തട്ടാം, അപ്പൊ തുറന്നാ മതി. ആ ഈ വേഷം നല്ല ചേർച്ചയുണ്ട്. ഇതുപോലെ ഒരുപാട് വേഷങ്ങൾ ഞാൻ വാങ്ങിച്ചു തരാം, ആരോടും പറയണ്ട. ഞാനൊരു സത്യം പറയട്ടെ, നീ ഒരു സുന്ദരി കുട്ടിയാ. എന്തൊരു ചിരിയായത്. പൊന്നുംകുടത്തിന് പൊട്ടു വേണ്ടെന്നാ പറയാറ്, പക്ഷേ എന്റെ സുന്ദരി കുട്ടിക്കൊരു പൊട്ടു വേണ്ടേ? ഇനി എന്നോടെന്തെങ്കിലും പറ. എന്തിനാ രാമനായിട്ട് ആൺവേഷത്തിൽ? അയ്യോ, എന്തിനാ കരയുന്നത്? ഞാൻ ചോദിച്ചോണ്ടാണോ? ഇനി ചോദിച്ചാ ഞാൻ ഇവിടുന്ന് പോവും. അയ്യോ പോണ്ട, ഇനി ഞാൻ അതിനെപ്പറ്റി ചോദിക്കുകയില്ല, പോരെ? ഞാൻ എന്ത് പേരാ വിളിക്കേണ്ടത്? രാമാന്ന് വിളിക്കാൻ ഇനി ബുദ്ധിമുട്ടാണ്. ഞാനൊരു പേര് വിളിക്കട്ടെ? മുയൽക്കുട്ടി കൊള്ളാവോ? പൂ ഇഷ്ടമാണോ? ഞാൻ വെച്ച് തരട്ടെ? അയ്യോ, ഇത് എവിടെ, എങ്ങനെ വെക്കും? നല്ല തമാശ. ഞാൻ കെട്ടിപ്പിടിച്ചത് ഇഷ്ടമായില്ലേ? എന്നെ ഇഷ്ടമല്ലേ? ഞാൻ തൊട്ടത് ഇഷ്ടമായില്ലല്ലേ? പിന്നെ പിന്നെന്താ ഇഷ്ടം? സംസാരിച്ചുകൊണ്ടിരിക്കാം വെളുക്കോളം. എന്നാ സംസാരിച്ചു തുടങ്ങാം, കുറച്ച് സമയമുള്ളൂ. ഞാൻ വാങ്ങിച്ചു കൊടുത്ത വേഷമൊക്കെ ഇട്ട് അവള് വന്നപ്പോ, സീനി നീ ആ പെണ്ണെ ഒന്ന് കാണണമായിരുന്നു, എന്തൊരു സുന്ദരിയാന്നോ. അപ്പൊ നീ അവളെ പ്രേമിക്കാൻ പോവാണാ? എന്തോ എനിക്ക് ആ പെൺകുട്ടിയെ സ്വന്തമാക്കണമെന്നൊരു തോന്നൽ. അച്ഛനെ അമ്മയെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ഓമനക്കുട്ട, നീ ഇതെന്ത് ഭ്രാന്തായി പറയുന്ന? എവിടെന്നോ കയറി വന്നൊരു പെണ്ണ്,
അതും ആൺവേഷത്തില്. തലയും വാലും ഇല്ലാത്തൊരു സാധനം. അവളെ നിന്നെ പോലെ ഇങ്ങനെ കുറെ എണ്ണത്തിനെ മണ്ടന്മാരാക്കി ഒരു റൗണ്ടൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുക. അവളെയാണോ കെട്ടാൻ പോകുന്നത്?